ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബീരാനിക്ക വന്ന് സത്യങ്ങളെല്ലാം വീട്ടിലെ രവീന്ദ്രനോടും ഫാമിലിയോടും തുറന്നു പറയാണല്ലോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാനിതിൽ പെട്ടുപോയതാണ് സാറേ, എന്നെ ചതിച്ചതാണ്, അല്ലാതെ ഞാനായിട്ട് ഇതിൽ വന്ന് വീണതല്ല. ഞാനൊരു അഭിനയിക്കാൻ മോഹമുള്ള ആളായതുകൊണ്ട് ഇവരെന്നെ അതിലേക്ക് വീഴ്ത്തിയതാണ്. ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ ചാൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ കുടുംബത്തെ തകർക്കാനോ വഞ്ചിക്കാനോ കൂട്ടു നിന്നിട്ടില്ല. പക്ഷേ ഈ കൊച്ചിന്, ഈ ശ്രുതിക്ക് എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് വന്ന് ചിലതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പാവം അതിൻ്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കൂടെ നിന്നത്. അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ദയവിത് എനിക്ക് മാപ്പ് തരണം, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് രവീന്ദ്രൻ്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാനായിട്ടോ നമ്മുടെ ബീരാനിക്ക. അപ്പോൾ അച്ഛൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും? അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, അയാളെ ഇതിൽ പെടുത്തിയതാണെന്ന് അയാൾ പറയുകയും ചെയ്യാണ്. എന്നിട്ട് വീണ്ടും ബീരാനിക്ക പറയാം, ഞാൻ നിങ്ങളൊന്നും വിചാരിക്കും പോലത്തെ ഒരാളല്ല, ഞാൻ മാനവും മര്യാദയൊക്കെ ആയിട്ട് നടക്കുന്ന നല്ലൊരാൾ തന്നെയാണ്. പക്ഷേ എൻ്റെ അഭിനയ മോഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. കുറച്ച് സമയം ആ വീട്ടിൽ ഒരു അനക്കവും ഇല്ല. ആകെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞ് രവീന്ദ്രൻ തന്നെ തിരിഞ്ഞു നോക്കി നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടി ശ്രുതി എന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ കയറി മേളിലേക്ക് ഓടി രക്ഷപ്പെടാൻ പോവാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ എടി നിൽക്കടി എവിടെ എന്നും പറയാം കേട്ടോ. എന്നിട്ട് പറയാനുണ്ട്, ഇത്രയൊക്കെ ഒപ്പിച്ച് വച്ചിട്ട് നമ്മളെ എല്ലാവരും വിഡ്ഢികളും ആക്കി മണ്ടന്മാരാക്കിയിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതുക അല്ലേ? സത്യം പറഞ്ഞിട്ട് പോയാൽ മതി, എന്തിനു നീ ഇത് ചെയ്തു എന്നും പറഞ്ഞ് സച്ചിയും രേവതി അങ്ങോട്ട് തുടങ്ങി. പക്ഷേ രവീന്ദ്രനെ വിട്ടുകൊടുക്കുന്നില്ല. നീ എന്താ മറുപടി പറയാത്തത്? സച്ചി ചോദിച്ചത് ന്യായമല്ലേ അല്ലേ? അച്ഛാ, ഇത്രയും നാൾ നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടന്നില്ലേ? എന്നിട്ട് ഇപ്പോഴും നമ്മളിതൊന്നും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചു. അതെ, സച്ചിയും രേവതിയും ഇപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ അതൊക്കെ അറിയാൻ പറ്റുക. അതെ അച്ഛാ, അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവൾ മലേഷ്യയിലെ ഏതോ പണക്കാരൻ്റെ മകളാണെന്ന് പറഞ്ഞ സമയം മുതൽ എനിക്ക് സംശയമായിരുന്നു അച്ഛാ. അന്ന് മുതൽ ഞാനും രേവതി ഇവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, എന്തൊക്കെ കള്ളത്തരങ്ങളാണ് വലിച്ചു കൂട്ടണേന്ന്. അങ്ങനെയാണ് അവസാനം ദയവായിട്ട് ഇപ്പം പിടിക്കപ്പെട്ടത്. അന്നൊരു ദിവസം പൈസ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാണെന്നും പറഞ്ഞ് കള്ളത്തരം കാണിച്ചില്ലേ? അന്നേ നമ്മൾ മനസ്സിൽ വിചാരിച്ച് തന്നെയാണ് ഇത് കള്ളത്തരത്തിൻ്റെ ആധാരമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയണം. ഉടനെ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പറ ശ്രുതി, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇത്രയും കാലം ഞങ്ങളെല്ലാവരും നീ വിഡ്ഢികളാക്കിയല്ലേ? നീ എന്താ വിചാരിച്ചത്? ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നല്ലേ? നിന്നെ ഞങ്ങൾ മോളെ പോലെ അല്ലേടി സ്നേഹിച്ചത്? സ്വന്തം മരുമകളാണെങ്കിലും മകളെ പോലെ അല്ലേ സ്നേഹിച്ചത്? എന്നിട്ടാണോ നീ ആ സ്നേഹത്തിന് വില തന്നതാണോ ഇങ്ങനെ ഒരു മണ്ടന്മാരാക്കുക തന്നെ? അന്ന് തന്നെ നീ ആ പൈസ തിരിച്ച് കിട്ടിയിട്ട് ഈ വീട്ടിൽ ആരോടെങ്കിലും മിണ്ടിയോ? ഒളിച്ച് വെച്ച്. പക്ഷേ അതിനൊരു ന്യായമുണ്ടായിരുന്നു. ശരി പോട്ടെ, ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങാനല്ലേന്ന്. പക്ഷേ ഇന്ന് ഈ ചെയ്തത് നീ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇല്ലാത്തൊരു ബന്ധവും കൊണ്ട് വേറൊരാൾ ഒരു നാടകം കളിപ്പിക്കാനായിട്ട് ഇത്രത്തോളം ധൈര്യം നിനക്ക് എവിടുന്നാ വന്ന് ഇത്രയും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെക്കാനായിട്ട്? നീ കള്ളത്തരം മാത്രമേ ചെയ്യുകയും പറയുകയും ചെയ്യത്തുള്ളൂ. എന്താടി നീ ഇത് പറ? ശ്രുതിക്ക് ഇതിനെല്ലാത്തിനും മറുപടി ഉണ്ടാവണം. ഞങ്ങളെല്ലാവരും എല്ലാ കാലവും അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ചോ? എന്തിനായിരുന്നു നീ ചെയ്തത്? പറ. ചന്ദ്ര നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചല്ലേ നിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് പറയാൻ. അപ്പോൾ മകളെ എന്നോട് ക്ഷമിക്കണം മകളെ, എനിക്ക് നിന്നോട് ക്ഷമിക്കാനോ? ഞാനോ? ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ മകൻ കണ്ടോ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത്? അവൻ നിന്നെ വിശ്വസിച്ചില്ലേ? നീ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ച് നിന്നില്ലേ? അവൻ എങ്ങനെയുള്ളവനോ ആവട്ടെ, പക്ഷേ ഈ നിമിഷം എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. അവനിങ്ങനെ തകർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ക്ഷമ തരാൻ എനിക്ക് പറ്റില്ല ശ്രുതി എന്ന് പറയാം. ഓടി രേവതിയുടെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കുമ്പോൾ പറയാം, രേവതി ഇവരോട് പറ, എന്നെ പറഞ്ഞു വിടരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ പറഞ്ഞു വിടരുതെന്നൊക്കെ പറ രേവതി എന്ന് പറയാട്ടോ. മതി, നീ രേവതിയുടെ കയ്യും കാലും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, നിന്നെ ചന്ദ്ര പണക്കാരൻ്റെ വീട്ടിലുള്ളവളാണെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചു. അപ്പോഴൊക്കെ പൈസ ഇല്ലയെന്നും പറഞ്ഞ് രേവതിയെ അടിച്ച് താഴ്ത്തിയ ഈ ചന്ദ്ര ഇവിടെ കാട്ടിക്കൂട്ടിയിരുന്നത്. നീ ഇതൊക്കെ കണ്ട് രസിക്കല്ലായിരുന്നു എടി അല്ലേ? ഓരോ തവണ രേവതി സങ്കടപ്പെടുമ്പോഴും നീ ഇത് കണ്ട് രസിക്കുകയായിരുന്നു അല്ലേ? ചന്ദ്ര ഒന്നും അറിയാതെ അവളെപ്പോലും നീ പറ്റിച്ചു. അപ്പോൾ നിന്നെ ഇനി എന്താ വേണ്ടത്? ഒരു നിമിഷം നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് രവീന്ദ്രൻ പറയുമ്പോൾ കാല് പിടിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. എടി കള്ളി, പെരും നീ ഞങ്ങളെ എല്ലാവരും ഇത്രത്തോളം വിഡ്ഢികളാക്കിയല്ലേ എടി ഇന്നും പറഞ്ഞുകൊണ്ട് ആ തലമുടിയെ പിടിച്ച് വലിച്ച് കുറേ അടിക്കുക കേട്ടോ. ആരും ഒന്നും തടയുകയോ മിണ്ടുന്നോ ചെയ്യുന്നില്ല. ശ്രുതി പോലും ഒന്നും മിണ്ടുന്നില്ല.
അടിക്കട്ടെ, അടി കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നിന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്ര ശരിക്കും അടി കൊടുക്കുന്നുണ്ട് നമ്മളെ ശ്രുതിക്ക്. വലിച്ച് ഇഴച്ചും തലമുടി കുത്തി പിടിച്ചുമല്ല. അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓടി വന്ന് ശ്രുതിയുടെ കാലി പിടിക്കുക കേട്ടോ. ശ്രുതി, ദേവിയെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ, ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷെ അതിനൊരു കാരണമുണ്ട്, നിൻ്റെ കാരണമൊന്നും എനിക്ക് കേൾക്കണ്ട, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്ര പിടിച്ച് നിർത്തി അടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ. എന്നിട്ട് ആ കാലിപ്പോയി വീഴുമ്പോഴത്തേക്കിനും ശ്രുതി വലിച്ചെടുത്തിട്ട് ചന്ദ്ര പറയാണ്, എൻ്റെ മോനെ ഇത്രത്തോളം ആക്കി വെച്ച് കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ട് നീ അവൻ്റെ കാലിൽ പോയി പിടിക്കണോട്, അതിനെന്ത് യോഗ്യതയാടി നിനക്കുള്ളത്, പറയടി കള്ളി, പേരും കള്ളി. അവൾ എൻ്റെ മകൻ്റെ കാലിൽ പോയി പിടിക്കുന്നു, ഏതോ ഒരുത്തന്നെ ഇവിടെ കൊണ്ടുവന്നുള്ള ഇളയച്ചനാണെന്ന് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും പറഞ്ഞും പറ്റിച്ചും പൈസയുണ്ട്, പൈസക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ തവണയും ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. അപ്പോൾ നിന്നെ എടുത്ത് ഞാൻ തലയെ കയറ്റി വച്ചിരുന്നല്ലേടി ഇവരെ എല്ലാവരെയും. രേവതിയെ പോലെ അടിച്ച് താഴ്ത്തി ഇവിടുത്തെ 3 മരുമക്കളിൽ നിന്നോടല്ലടി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത്, അതുകൊണ്ടാണോടി നീ എന്നെ ചതിച്ചത് എന്നും പറഞ്ഞ് വീണ്ടും ശരിക്കും അടിയും കൊടുത്ത് തലമുടിയെ പിടിച്ച് വലിച്ചെടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് പറയാം, എൻ്റെ മോൻ്റെ നിഴലിൽ വെട്ടത്തിൽ പോലും നീ വന്നു പോകരുത്, ഇനി നീ അവനോട് മിണ്ടുകയോ സംസാരിക്കുകയോ ഫോൺ ചെയ്യുകയോ ചെയ്തെന്ന് അറിഞ്ഞാൽ ആൻറ്റി ദേവി ഇത് എന്നെ പറഞ്ഞയക്കില്ല ആൻറ്റി, ഞാൻ പോവില്ല വീട് അങ്ങോട്ട്, എൻ്റെ വീട് ഇതാണ്, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രുതി അകത്തേക്ക് കയറുമ്പോൾ ചാന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ടോ. നിൻ്റെ വീട് ഇതോ, ആരാടി പറഞ്ഞത് നിൻ്റെ വീട് ഇതെന്ന്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആര് താമസിക്കണം എങ്ങനെ താമസം തീരുമാനിക്കേണ്ടത് ഞാനാണ്, നീ ഇവിടെ താമസിക്കില്ല, ഇറങ്ങടി, ഇനി മേൽ പേരും കള്ളി, ഇറങ്ങടി, നീ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ, മേലിനകത്ത് കയറരുതെന്നും പറഞ്ഞും കൊണ്ട് പിടിച്ച് വലിച്ച് തലമുടിയിൽ പിടിച്ച് വെച്ച് കുറേ അടിയും കൊടുത്ത് ഗേറ്റിലേക്ക് ഒരു ഒറ്റ തള്ളു കൊടുക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആഞ്ഞു ചെന്ന് ആ ഗേറ്റിലേക്ക് വന്ന് ഇടിച്ച് മറിഞ്ഞ് വീഴാണ്. എന്നിട്ടാണെങ്കിൽ രവീന്ദ്രനൊന്നും മിണ്ടുന്നില്ല. സച്ചിയും രേവതിയും ഒക്കെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ, കാരണം ചന്ദ്ര അങ്ങ് ഉറഞ്ഞു തുള്ളുവാണല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും പാവം എല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ അപ്പാവിയെ പോലെ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ. ശ്രുതിക്ക് ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വലിച്ച് കഥ കടയ്ക്കുന്നുണ്ട് നമ്മളെ ചന്ദ്ര. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്